വിശാലമായ ഈ ഊഞ്ഞാൽ തൊട്ടിക്കകത്തെ കുപ്പിയുടെ കവറിലാക്കി സേഫായിട്ട് കിടന്നുറങ്ങിയത് ഇവരെ മനസ്സിലായോ? ഇവർ സാക്ഷാൽ പാവയ്ക്ക തന്നെയാണ്. ഇപ്രാവശ്യം ഇവർക്ക് ഉറങ്ങാനായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് നല്ല നെറ്റിൻ്റെ ഊഞ്ഞാലാണ്. കുപ്പി പഴയത് തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുക്കുംബറുകാരുടെ കുപ്പി തന്നെയാണ് ഇപ്രാവശ്യം ഇവർക്ക് കൊടുത്തത്. ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സീസണിലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. സ്ഥലമൊക്കെ വൃത്തിയാക്കി അടുത്ത സെക്ഷൻ നമ്മൾ നട്ടു തുടങ്ങി. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു. പന്തൽ നമ്മൾ നെറ്റാക്കി. ഇങ്ങനെ ലോങ് നെറ്റ് നമ്മൾ ഇങ്ങാറ്റം തൊട്ട് അങ്ങാറ്റം വരെ ഇട്ടിരിക്കുക. എന്നിട്ട് ഇവരെ താഴേന്ന് നട്ടിട്ട് ഇതേ കയറ്റി വിട്ടിരിക്കുകയാണ്. പക്ഷെ സംഭവം സൂപ്പറാട്ടോ. ഇവർക്ക് റൺ ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം കിട്ടുകയാണ്. ഇതായിരുന്നു നമ്മുടെ കുക്കുംബറും പയറും ഒക്കെ നട്ടിരുന്ന സ്ഥലം. അവിടുത്തെ കൃഷികളെല്ലാം തീർന്നു. സ്ഥലമൊക്കെ വൃത്തിയാക്കി ഇതേ രണ്ടാമതും നമ്മൾ ഇപ്പോൾ പയറും കുക്കുംബറും തന്നെ അവിടെ നട്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം വിത്തുകൾ പാകി മുളപ്പിച്ചാണ് നമ്മൾ നട്ടിരിക്കുന്നത്. പലരും ഇതേ വള്ളി വീശി തുടങ്ങി. കയറ് കെട്ടി ഞാൻ അവരെ പന്തലിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. പന്തൽ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഇട്ടിരിക്കുന്നത് നെറ്റാണ്. ദേ വലിയ കണ്ണിയുള്ള നെറ്റ് നമ്മൾ രണ്ട് സൈഡും വലിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ സ്ഥലം വൃത്തിയാക്കി നട്ടപ്പോഴും ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കൃഷികളുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കിടക്കുന്നത് പടവലും പാവലുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത്. സോ പന്തലൊന്ന് മാറ്റിപ്പിടിച്ചു എന്നേ ഉള്ളൂ. കൃഷികളൊക്കെ അതേപടി തന്നെയുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ പന്തൽ ഇങ്ങനെയാണ്. കംപ്ലീറ്റ് നെറ്റിട്ട് കൊടുത്തിരിക്കുക. ദേ നെറ്റിൻ്റെ മുകളിൽ കൂടെ അവർ ഓടി കയറി വളർന്നിരിക്കുകയാണ്. അപ്പം നല്ല ഫാസ്റ്റായിട്ട് വളരുന്നതുകൊണ്ട് എല്ലാവർക്കും ലൈറ്റ് എക്സ്പോഷറും കിട്ടുന്നുണ്ട്. നമ്മുടെ കുപ്പിക്കകത്തുള്ളത് കുക്കുംബർ അല്ല കേട്ടോ, പാവയ്ക്കയാണ്. പക്ഷേ കുപ്പികളൊക്കെ സെയിം തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ കുപ്പികളെല്ലാം ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പാവയ്ക്ക ഉണ്ടായപ്പോൾ ഇതാണ്ട് എല്ലാവരും അതിനകത്ത് കയറ്റി. ഓരോ പാവയ്ക്കകൾ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഒരു ഈച്ചയോ കൊതുകൊന്നും ഇവരെ തൊടില്ല. നമ്മുടെ കൃഷി ചെയ്യുന്ന സാധനമൊന്നും മാറ്റിയെന്നേ ഉള്ളൂ. കുപ്പി സെയിം തന്നെയാണ്. ദേ ഇപ്രാവശ്യം കുപ്പിക്കുള്ളിലുള്ളത് പാവയ്ക്കയാണ്. കുക്കുംബറൊക്കെ വിളവെടുത്ത് കഴിഞ്ഞപ്പോഴേ ഈ കുപ്പികൾ ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പം നമുക്കിത് റീയൂസ് ചെയ്യാനും പറ്റി. പ്രത്യേകിച്ച് ഒരു കേടും ഈ കുപ്പികൾക്ക് സംഭവിച്ചിരുന്നുമില്ല. കുഞ്ഞ് പാവയ്ക്ക ഉണ്ടാകുമ്പം തന്നെ ഈ നെറ്റിൻ്റെ ഈ അഴിക്കടയ്ക്കൂടെ നമ്മളിതിൻ്റെ താഴേക്ക് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയാമോ, ഈ പാവയ്ക്ക ഈ നെറ്റിൻ്റെ ഹോളിൽ കൂടെ താഴോട്ട് വരില്ല. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുപ്പിക്കകത്ത് കെട്ടിയിടാൻ നല്ല എളുപ്പമാണ്. സോ കുപ്പികളെല്ലാം നമ്മൾ ഇപ്രാവശ്യം റീയൂസ് ചെയ്ത് ചാക്ക് കണക്ക് കുപ്പി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുക്കുംബറിൻ്റെ. എന്നും രാവിലെ വന്ന് ഈ പാവലിൻ്റെ ചോട്ട് നിൽക്കും. എന്താണെന്നറിയാമോ, ഈ നെറ്റിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞു പാവയ്ക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ. ഇവൻ്റെ സൈസ് വലുതായാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സൈഡിലെ വലിയ ബ്രിക്ക് വർക്കാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് കാണാനും എന്തെങ്കിലും ചെയ്യാനും പറ്റുന്ന സ്ഥലം. അതുകൊണ്ട് ഡെയിലി രാവിലെ വന്ന് നോക്കും എവിടെയെങ്കിലും കുഞ്ഞു പാവയ്ക്ക ഉണ്ടായിട്ടുണ്ടോയെന്ന്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ അതിനെ നെറ്റിൻ്റെ അടിയിൽ കൂടെ താഴേക്കെടുത്ത് കുപ്പിയുടെ അകത്തോട്ട് കയറ്റിയിടും. നല്ല വീതിയുള്ള നെറ്റായിരുന്നു. അതുകൊണ്ട് അവർക്ക് പടർന്ന് പന്തലിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമായി. പല പ്രായത്തിലുള്ളവരിങ്ങനെ കുപ്പിക്കകത്ത് തൂങ്ങി കിടക്കുക. അപ്പോൾ ഇങ്ങനെ ക്ലിയർ കുപ്പി ആയതുകൊണ്ടേ നമുക്കിവരുടെ വളർച്ച കാണുകയും ചെയ്യാം. പിന്നെ നമ്മൾ പന്തലായിട്ടിട്ടത് നെറ്റാണ് ഇപ്രാവശ്യം. സംഭവം സൂപ്പറാണ്. സംഭവം നമ്മുടെ ചെടികൾക്ക് കയറി പോകാനൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ ഇവിടെ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ബൗണ്ടറി വോളാണ്. ഒരു സൈഡിൽ നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എനിക്ക് ആക്സസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഈ പന്തലിൻ്റെ മുകളിലായിട്ട് പാവയ്ക്ക ഉണ്ടായി. അതൊന്ന് കുപ്പി കയറ്റാനായിട്ട് ഞാൻ ശരിക്കും പെടാപ്പാട് വിട്ടു. ഇതാണ് ഇപ്രാവശ്യം ഞാൻ ചെയ്ത പന്തൽ.
കംപ്ലീറ്റ് നെറ്റ് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ ചെടികളെല്ലാം കയറ്റി വിട്ടിരിക്കുന്നത്. സംഭവം കലക്കാണ്, പക്ഷേ ചെറിയ ചെറിയ ഡ്രോബാക്സ് ഇതിന് ഉണ്ട്. ചെറുതല്ല, വലുതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. എനിക്ക് മാത്രമേ ഈ ഡ്രോബാക്ക് വരാൻ വഴിയുള്ളൂ. കാരണം എൻ്റെ ഒരു സൈഡ് ബൗണ്ടറി വോളാണ്. ഇത് ഇങ്ങനെ വലിയ വോളാണ്. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു ആക്സസും ഇല്ല. പിന്നെയുള്ളത് ഒറ്റ സൈഡാണ്. ഇതേ പാവയ്ക്കൊക്കെ നല്ല സുഖമായിട്ട് കുപ്പിക്കകത്ത് ഉറങ്ങുവാണ്. പക്ഷേ ഇത് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കുപ്പിക്കകത്ത് കയറ്റിയത്. ഇത് കയറ്റാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞു പാവയ്ക്കാണെങ്കിൽ നമ്മുടെ ഈ നെറ്റിൻ്റെ ഈ ഹോളിനകത്തൂടെ താഴേക്ക് വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴെ വെച്ച് തന്നെ കയറ്റി വിടാം. അതാകുമ്പം ഈസിയാണ്. ഈ പാവയ്ക്കകളൊക്കെ തീരെ കുഞ്ഞായപ്പോൾ തന്നെ ഞാൻ ഈ നെറ്റിൻ്റെ ഹോള് വഴി താഴേക്ക് എടുത്തിട്ട് കുപ്പിക്കകത്ത് കയറ്റിയതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കുറച്ച് വലുതായി, ഈ നെറ്റിൻ്റെ ഹോളിനേക്കാളും വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് താഴേക്ക് എടുക്കാൻ പറ്റില്ല. ഇതേ നെറ്റിൻ്റെ മുകളിൽ അവർ നല്ല വിശാലമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവർ ഈച്ചയോ കൊതുകോ ഒന്നും കുത്തൂല. പക്ഷെ പ്രശ്നം ഇതാണ്, കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടാണ്. കാരണം നമ്മുടെ ഈ നെറ്റ് തന്നെ, ഇവരെയൊക്കെ ഞാനേ വലുതാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ ഈ നെറ്റ് വഴി, നെറ്റിൻ്റെ അകത്ത് വഴി നമുക്ക് ഇവരെ ഇങ്ങനെ താഴോട്ടെടുക്കാമായിരുന്നു. ഇവരൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടെടുത്ത് കെട്ടിവിട്ടതാണ്. അപ്പം നമ്മുടെ കുപ്പി പരിപാടി സൂപ്പർ തന്നെ. കുപ്പിയും സെയിം തന്നെ. ഒരു പ്രാവശ്യത്തെ യൂസ് കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് വെച്ചാൽ മതി. അടുത്ത പ്രാവശ്യം ഈ സെയിം കുപ്പി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മുടെ ഈ ക്രീപ്പേഴ്സിൻ്റെ, അതായത് പാവലുണ്ട്, പടവലുണ്ട്, ഇവരുടെ എല്ലാവരുടെയും ചുവട് നിൽക്കുന്നത് ഈ ഒരു മണ്ണിനകത്താണ്. ഇവിടെ ഒരു ബ്രിക്ക് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനകത്താണ് ഇവരുടെ ചുവട്. എന്നിട്ട് ഇതുവഴി വന്നാണ് ഈ നെറ്റിലേക്ക് ഇവർ കയറി പോകുന്നത്. സംഭവം സൂപ്പർ. പക്ഷേ ഒരു സൈഡ് വോൾ ആയതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ സ്ഥലം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഈ വോളിനോട് ചേർത്ത് ഇങ്ങനെ ബ്രിക്ക് വർക്ക് ചെയ്ത് മണ്ണിട്ട് അതിനകത്താണ് നമ്മൾ ഈ ക്രീപ്പേഴ്സിനെയൊക്കെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ബേസ് എല്ലാം ഇവിടെയാണ്. അതിനുശേഷമാണ് അവർ നെറ്റിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. ഇതേ ഇവിടെ ഒരു കൊച്ചു പാവയ്ക്ക നിൽപ്പുണ്ട്. ഇതിനിപ്പം നമുക്ക് വേണമെങ്കിൽ നെറ്റിൻ്റെ വെളിയിൽ കൂടെ എടുക്കാം, നെറ്റിനകത്തുകൂടെ എടുക്കാം. ഏത് പൊസിഷനിൽ വേണം നമുക്കിവനെ എടുക്കാവുന്ന സ്റ്റേജിലാണ്. അപ്പം നെറ്റിനകത്തൂടെ എടുക്കുകയാണെങ്കിൽ ഇത് നല്ല കറക്റ്റ് പരുവാണ്. ഇത്രേ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ ഇതിനകത്തൂടെ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ കുപ്പിയിട്ട് നമുക്കിവരെ കെട്ടിവെക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുപ്പി തന്നെ. ഇതേ ഇവിടെ ഓപ്പണാണ്, എയർ ഹോൾസ് ഉണ്ട്, പിന്നെ നമ്മൾ കയറ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ഏകദേശം ഒരു ഐഡിയ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി പാവയ്ക്കയുടെ അടുത്ത് വെക്കാം. എന്നിട്ട് കയറിതാണ്ട് ഇതിലേക്ക് കയറ്റുന്നു, നെറ്റിനകത്തൂടെ ഇപ്പുറത്തൂടെ കയറ്റുക. എന്നിട്ട് ഈ കയറിനെ മുകളിൽ വെച്ച് അങ്ങ് കെട്ടുന്നു. അപ്പം നെറ്റെ കൂട്ടിയാണ് നമ്മൾ സാധനം കെട്ടുന്നത്, കുപ്പി കെട്ടി വെക്കുന്നത്. അല്ലേ, ഇവരിതിനകത്ത് ഹാങ് ചെയ്ത് കിടന്നോളൂ. അപ്പം ഇനി ഒരു ഈച്ചയോ കൊതുകോ ഒന്നും ഇവനെ കുത്തൂല. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ചുകൂടി ഒന്ന് കെട്ടി വെച്ചേക്കാം. ഇതാണ് നമ്മുടെ പാവയ്ക്ക ഇതിനകത്ത് സേഫായി. ഇതാണ് നമ്മളിപ്പോൾ കെട്ടിവെച്ച പാവയ്ക്ക. ദേ ഈ കുപ്പിക്കകത്തായി. ഇനി ഇവനെ ഒരു ഈച്ചയോ കൊതുകോ ഒന്നും കുത്തൂല.